ജിസൈൽ പുറത്താകുമ്പോൾ നടന്ന ഒന്ന് രണ്ട് കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. നമുക്കറിയാം, അവസാനം ജിസൈലും ആദിലയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇതിൽ ആര് പുറത്താവും? ഹൗസിലുള്ള പലരും വിചാരിച്ചിരിക്കുന്നത് ഒരുപക്ഷെ ആദില പുറത്താവുന്നതായിരിക്കും. ജിസൈലിൻ്റെ കാര്യമേ അവർ ചിന്തിക്കുന്നുണ്ടായില്ല. കാരണം അവർക്കറിയാം ജിസൈൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, അതുകൊണ്ട് ജിസൈൽ പുറത്താവില്ല എന്ന്. ആദിലേൻ്റെ ഒരു സുഹൃത്തിനെയും ജിസൈലിൻ്റെ ഒരു സുഹൃത്തിനെയും ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നുണ്ട്, ആദില പറയുന്നുണ്ട് അനമോളും, ജിസൈൽ പറയുന്നുണ്ട് ആര്യന്. ഇവരെ വിളിച്ചു വരുത്തി ഒരുപാട് നാടകീയതയിലൂടെയാണ് ഈ എവിക്ഷൻ പ്രക്രിയ കഴിഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ബിഗ് ബോസ് ഒരുക്കി വെച്ചിരുന്നു. അത് തന്നെ പ്രേക്ഷകരായാലും ഹൗസിലുള്ള ആൾക്കാരായാലും ഒരുപാട് ആകാംക്ഷയിൽ നിന്ന ഒരു എവിക്ഷൻ പ്രക്രിയയുമായിരുന്നത്. അതിൽ ജിസൈൽ അങ്ങനെ പുറത്തേക്ക് പോവാണ്. പുറത്തു പോകുന്ന ജിസൈലിൻ്റെ മുഖത്ത് യാതൊരു സങ്കടങ്ങളോ ഒരു പരിഭവമോ ഒരു ദേഷ്യമോ വാശിയോ ഒന്നും തന്നെയല്ല. വളരെ കൂളായിട്ടാണ് ജിസൈൽ പോകുന്നത്. എല്ലാവരെയും മിസ് ചെയ്യുമെന്ന് പറഞ്ഞു. ജിസൈൽ കട്ട് വെച്ച ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ കേക്കൊക്കെ അവിടെ ഉണ്ട്, അത് നെവിൻ്റെ അടുത്തൊക്കെ കഴിക്കാനും പറയുന്നുണ്ട്. അത്തരത്തിൽ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് ജിസൈൽ പോകുന്നത്. ജിസൈൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ പോസിറ്റീവോട് കൂടിയാണ് ഒരു എവിക്ഷൻ പ്രക്രിയയിലൂടെ ജിസൈൽ പുറത്തേക്ക് പോകുന്നത്. കാരണം ഒരുപാട് അവിടെ നിൽക്കും, അല്ലെങ്കിൽ ടോപ്പ് 3 ഒക്കെ ഉറപ്പിക്കാം എന്ന് നമുക്ക് പറയാവുന്ന ഒരു മത്സരാർത്ഥിയാണ് ജിസൈൽ. ആ ജിസൈലിന് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഞാൻ അവിടെ നിൽക്കുന്നു. പക്ഷേ പുറത്തായി എവിക്ഷൻ പ്രക്രിയയിലൂടെ പുറത്തായി എന്ന് പറഞ്ഞപ്പോൾ ജിസൈൽ വളരെ കൂളായിട്ടാണ് ലാലേട്ടൻ്റെ അടുത്ത് സംസാരിക്കുന്നതും ഹൗസിലുള്ള മത്സരാർത്ഥികളോടൊക്കെ സംസാരിക്കുന്നത്. വളരെ ഹാപ്പി ആയിട്ടാണ് ജിസൈൽ പുറത്തേക്ക് പോകുന്നത്. എന്തായാലും ജിസൈലിൻ്റെ ഈ പുറത്താലിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക.